ഹായ് ഗൈസ്, നമ്മളിന്ന് ഇവിടെ ഒരു മീൻ പൊള്ളിച്ചതാണ് ചെയ്യാൻ പോണത്. ഇന്ന് കുക്ക് ചെയ്യണത് ഞാനല്ല, ഷാമുവാണ്. അപ്പോൾ ഷാമു എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു വലിയൊരു ഫിഷിനെ മേടിച്ചിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് കേരാന്നാണ്. നമ്മളിതിനെ ട്യൂണാന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇത് ഏകദേശം ഒരു 3-3.5 കിലോ ഉള്ള ഫിഷാണ്. അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം വരയാം, ചെറിയ ചെറിയ വരകൾ വരയാം. ഇത് നമ്മൾ വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മസാല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊടി ഐറ്റംസ്. മുളക് പൊടി 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ നമുക്ക് ഒഴിക്കണം, ഒരു 2 ടീസ്പൂൺ എങ്ങാനും. പിന്നെ ഈ നാരങ്ങ പിഴിഞ്ഞ് മിക്സ് ചെയ്യാം. കട്ട് ചെയ്ത് കാണിച്ചു. ആദ്യം നമ്മൾ നാരങ്ങ രണ്ടാക്കിയിട്ട് മുറിക്കുക. അത് നമുക്ക് ഇതിലേക്ക് പിഴിയാം. കുരുവൊക്കെ എടുത്ത് മാറ്റിക്കളാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. ഏകദേശം 2 ടീസ്പൂൺ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. നമുക്കിത് എന്തായാലും എല്ലാം എടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ല ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് ഈ മീനിലേക്ക് ഫില്ല് ചെയ്യാം. ഞാൻ ചെറിയൊരു ഇതെടുത്തിട്ട് ഗ്യാപ്പിലേക്കൊക്കെ ഫില്ല് ചെയ്യണം. അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഒരു 30 മിനിറ്റ് അങ്ങനെ വെക്കാം നമുക്ക്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രേവി ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മളിനി മീൻ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇതിലേക്ക് നമുക്ക് മീനെ വെക്കാം. നമ്മൾ മീനെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് നമുക്കൊരു 5 മിനിറ്റ് കുക്കാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സൈഡ് ഏകദേശം ചെറുതായിട്ട് വറുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് വറുത്തപ്പോൾ ഉണ്ടായ ഒരു പീസ് പോയിരുന്നു. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടി ഞങ്ങളൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് മാറ്റണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങും. ചെറുതായിട്ട് വറുത്ത മീൻ നമ്മളൊരു ഇലയിലേക്ക് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അടുത്തത് ഞങ്ങൾ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം ചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ എടുത്തിട്ട് കുറച്ച് മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കാൻ പോവാണ്. സെയിം ചട്ടിയിലേക്ക് നമ്മൾ മുളക് ഇടാൻ പോവാണ്. നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള മുളക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഇളക്കാം. അടുത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇടാം.
ഏകദേശം 1 കപ്പ്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇരിക്കിടാം. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല കറിവേപ്പാ. നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ചെറുള്ളി ഇടാം. ഇനി നമുക്ക് കുറച്ച് നേരം വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. ചെറുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. ഏകദേശം ഒരു 5 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് ഇടാം. ഇനി നന്നായിട്ട് തക്കാളി വാടുന്ന വരെ ഇളക്കുക. കുറച്ച് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട്. 1 മുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തക്കാളി വാടി വരുമ്പോൾ അതിലേക്ക് ഇടാം. എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഈ വാടി വന്നിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് വാടിയ ഒരു വാഴ എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ ചെറുതായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കുക്കായിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ വാഴയിലേക്ക് വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ മസാല ഈ വാഴയിലയിൽ പകുതി മസാല ഈ വാഴയിലിൽ ഇടാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് വേപ്പില നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ഈ ബെഡിലേക്ക് നമുക്ക് മീൻ ഇറക്കി വയ്ക്കാം. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മീനാട്ടോ. മീന് ഇറക്കി വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയുള്ള മസാലകൾ ഇടാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മസാലയുടെ. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് നാളികേരം പാൽ ഒഴിക്കാം. ഇനി നമുക്കിത് പൊതിയാം. അപ്പോൾ നമ്മൾ മീനെ ആ വാഴയിലയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് വാഴയുടെ മറ്റേ നാര് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ ഫുള്ളായിട്ട്.
അപ്പോൾ മീൻ പൊള്ളിക്കാനുള്ള കനൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ മീനെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ എന്തായാലും നോക്കാം. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കേട്ടതാ ഇല്ല. പാലൊക്കെ ഒന്നുകൂടി വാടി. ജ്യൂസ് പോലെ ഉണ്ടോ? ഇതിന്റെ എണ്ണയാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ള. അടിപൊളി കുക്കായിട്ട് വേപ്പിലാട്ടോ പോയിട്ടുള്ള ഇതിന് മസാലയാ. നമുക്ക് ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കാം. ഇത് കൈവണ്ണം എടുക്കാൻ പറ്റില്ല, നല്ല ചൂടാ. അപ്പൊ ഞാൻ സ്പൂൺ എടുത്തിട്ട് എടുക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. അയ്യാ കഴിച്ചോക്കട്ടെ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുറച്ച് മസാല കൊണ്ട് ചേർത്ത് കഴിച്ചോക്കാം. കൊള്ളാം. കഴിച്ചോക്കിയേ അച്ഛനമ്മ. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ? ചോറിട്ട് പിടിക്കണം. ഓക്കെ, നീ കഴിക്കുക, അപ്പൊ ഞാൻ പിടിക്കാം. ക്യാമറമാൻ ഒന്ന് കഴിച്ചു നോക്കിയാ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവുണ്ട്. കൊള്ളാം. കൊള്ളാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്തതിന് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ബൈ.